ഇതാണ് നത്തിങ്ങിന്റെ പുതിയ ഫോൺ. എന്നാൽ ഈ ഫോണിന്റെ ബാക്കിൽ ലൈറ്റ് കത്തില്ല. കാരണം ഇതാണ് നത്തിങ്ങിന്റെ പുത്തൻ ബഡ്ജറ്റ് സബ് ബ്രാൻഡായ CMFന്റെ ഫസ്റ്റ് ഫോൺ, CMF ഫോൺ 1. ലൈറ്റ് കത്തില്ലെങ്കിലും ഈ ഫോണിലും പ്രത്യേകതകളുണ്ട്. അതായത് നമുക്ക് ഈ ഫോണിന്റെ ബാക്ക് ഇതാ ഇങ്ങനെ ഊരിയിട്ട് പുതിയ ഫിനിഷും പുതിയ കളറുള്ള ബാക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് CMF ഫോൺ 1ന്റെ പാക്കേജിങ്. നത്തിങ്ങിന്റെ നോർമൽ ഫോൺസിന്റെ പാക്കേജിങ് വെച്ച് നോക്കുമ്പോൾ ഇത് ബെറ്റർ പാക്കേജിങ് ആണ്. കാരണം ഓപ്പൺ ബോക്സ് ഡെലിവറി ആണല്ലോ ഫ്ലിപ്കാർട്ട് ചെയ്യുന്നത്. സോ ഫ്ലിപ്കാർട്ടിലുള്ള ചേട്ടന്മാർ പലപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാതെ താഴെ വീണ് ഫോൺ പൊട്ടിയ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് സിമ്പിൾ ആൻഡ് ബെറ്റർ പാക്കേജിങ് ആണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഫോണാണ്. Type-C to Type-C ചാർജിങ് കേബിൾ, CMF ബൈ നത്തിങ്ങിന്റെ ഡോക്യുമെന്റ്സ്. ഇത്തവണയും ഒരു യുണീക്ക് സിം ഇജക്ടർ ടൂളാണ് തന്നിരിക്കുന്നത്. നോർമലി ആ ഒരു ഡയോഡ് പോലെ ഇരിക്കുന്ന ഒരു സിം ഇജക്ടർ ടൂൾ ആയിരിക്കും നത്തിങ് ഫോൺസിന്റെ കൂടെ വരുന്നത്. ആൻഡ് ഓബ്വിയസ്ലി ബോക്സിൽ ചാർജർ ഒന്നും വരുന്നില്ല, കാരണം നത്തിങ് ഫോണിന്റെ കൂടെ ചാർജർ തരാറില്ല. ഇനി നമുക്ക് ഈ ഫോണിന്റെ ബാക്ക് കവർ മാറ്റി നോക്കാം. അതിനു മുൻപ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ബാക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാണുന്ന 4 സ്ക്രൂസ് ഓപ്പൺ ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മുടെ മെയിൻ ബോക്സിന്റെ കൂടെ സ്ക്രൂ ഡ്രൈവർ ഒന്നും വരുന്നില്ല. കാരണം സ്ക്രൂ ഡ്രൈവർ വരുന്നത് ഈ റീപ്ലേസ്മെന്റ് ബാക്കിന്റെ ബോക്സിന്റെ ഉള്ളിലാണ്. സോ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റീപ്ലേസ്മെൻറ്റ് ബാക്ക്. മാറ്റി വെക്കാം. കുറേ ഐറ്റംസ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, സ്ക്രൂ ഡ്രൈവർ പ്ലസ് സിം ടൂൾ ഉണ്ട്. ദാറ്റ്സ് നൈസ്. കൂടെ മാച്ചിങ് കളറുള്ള സിം ട്രേ, നോബ്. ഈ ഒരു നോബ് കണ്ടോ, ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ മാച്ചിങ് കളറുള്ള നോബും തന്നിട്ടുണ്ട്. ഫൈനൽ ഐറ്റം ആണ് സ്ക്രൂസ്. സോ ലെറ്റ്സ് ഓപ്പൺ. ഓക്കെ, 1 2 3 4. അതിനുശേഷം സിം ട്രേ എടുക്കണം. ആൻഡ് ഫൈനലി നോബ് എടുത്ത് മാറ്റണം. ഇനി നമുക്ക് ഈ ബാക്ക് റിമൂവ് ചെയ്യാം. സിമ്പിളാണ്. Done. Warning: do not disassemble the battery and related protective parts without authorization. So battery replaceable അല്ല, അതായത് റീപ്ലേസബിൾ ആയിരിക്കും, പക്ഷേ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, സോ തൊടാതിരിക്കുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ. പുതിയ ബാക്ക് കവർ ഫിറ്റ് ചെയ്യാം. മാച്ചിങ് സിം ട്രേ, ഇനി മാച്ചിങ് നോബ്, ഇനി സ്ക്രൂസ് വീണ്ടും ഫിറ്റ് ചെയ്യണം. സോ ഇതാണ് നമ്മുടെ പുതിയ ഫോൺ, അല്ലെങ്കിൽ പുതിയ ബാക്ക് കവറുള്ള പഴയ ഫോൺ. ഇറ്റ്സ് നൈസ്. ഒരു ഫൺ കോൺസെപ്റ്റ് ആണ് ഫോർ ഷ്യൂർ. ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ കളേഴ്സ് മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് വേണമെങ്കിൽ കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു ലൈറ്റ് ബ്ലൂ നോബ് ഈ ഡാർക്ക് ബ്ലൂ ബാക്കിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. 4 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ഈ കാണുന്ന ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് ബ്ലൂ അല്ല ആക്ച്വലി, ഇത് ലൈറ്റ് ഗ്രീൻ ആണ്. ഓക്കെ, സോറി, ഇത് ലൈറ്റ് ഗ്രീൻ ആണ്. ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ബ്ലൂ, ബ്ലാക്ക്, ഓറഞ്ച്. ഈ ലൈറ്റ് ഗ്രീനും പിന്നെ ആ ബ്ലാക്ക് കളറും പ്ലാസ്റ്റിക്കിന്റെ ഫിനിഷിലാണ് വരുന്നത്. ഈ കാണുന്ന ഡാർക്ക് ബ്ലൂ ആൻഡ് ആ ഒരു ഓറഞ്ചിന്റെ ഫിനിഷ് വീഗൻ ലെതർ ആണ്. എനിക്ക് 2 ഫിനിഷും ഇഷ്ടപ്പെട്ടു. ഓക്കെ, നല്ലൊരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ഒരു ടെക്സ്ചേർഡ് ബാക്ക് ആണ്. ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഗൻ ലെതർ ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 200 ഗ്രാം ആണ് വെയിറ്റ്. ഡീസെന്റ് വെയിറ്റിലാണ് വരുന്നത്. കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. എന്നാൽ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു സ്ലോട്ട് കണ്ടോ, ഇവിടെയുള്ള ഈ ഒരു സ്ക്രൂവിൻ്റെ സ്ലോട്ട് നല്ല ഷാർപ്പ് എഡ്ജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാനിങ്ങനെ പിടിക്കും, ഞാനിങ്ങനെയാണ് ഫോൺ പിടിക്കുന്നത്. സോ എൻ്റെ ഈ ഒരു റിംഗ് ഫിംഗർ ഉണ്ടല്ലോ, അതെപ്പോഴും അവിടെ ഇങ്ങനെ ഒരഞ്ഞുകൊണ്ടിരിക്കും. അതിനോടൊപ്പം തന്നെ ഈ ഒരു നോബ് ഉണ്ടല്ലോ, ഈ നോബ് ഫ്ലഷ് ആയിട്ടല്ല ഇരിക്കുന്നത്, കുറച്ച് തള്ളിയിരിക്കുകയാണ്. സോ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും കുറച്ച് സമയം എടുക്കും, കാരണം നോർമലി ഫോൺസിലൊന്നും ഇതൊന്നും വരാറില്ല. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. അതാണ് നമ്മുടെ ഈ ഒരു CMFൻ്റെ ഫോൺ സ്റ്റാൻഡ്. ബോക്സിൽ ഇതിൻ്റെ കൂടെ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. ഓക്കെ, സോ മാറ്റി വെക്കാം. സിമ്പിളാണ്. ഈ ബാക്കിലുള്ള ഈ നോബ് എടുത്ത് മാറ്റിയിട്ട് ഈ സംഭവം ഇവിടെ വെച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ ഇങ്ങനെ ഒന്നെങ്കിൽ വെർട്ടിക്കലി ഈവൻ ഹൊറിസോണ്ടലി വെക്കാൻ പറ്റും. സോ ഇതും വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ പോക്കറ്റിൽ അത് ഫിറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. അത് കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും. 2 ആക്സറീസ് കൂടി വരുന്നുണ്ട്. ഒന്ന് ഈ കാണുന്ന ലാൻഡ് യാർഡാണ്. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഷോൾഡറിൽ ഇട്ട് ഇങ്ങനെ തൂക്കി നടക്കാൻ പറ്റും. 4ാമത്തെ ആക്സറീസ് ആണ് ഈ കാണുന്ന മാഗ്നറ്റിക് ഒരു ബോർഡാണ്. ഈ ബോർഡ് നമുക്ക് ഈ കാണുന്ന സ്ക്രൂസ് ഉപയോഗിച്ച് അവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിൻ്റെ മേളിൽ ഈ മാഗ്സേഫ് പോലത്തെ സെറ്റപ്പ് ഒക്കെ, അതായത് ഈ വാളറ്റ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഓറഞ്ച് കളർ, അതായത് CMFൻ്റെ കണ്ടില്ല, ഈ ഒരു ഓറഞ്ച് കളർ CMFൻ്റെ ട്രേഡ് മാർക്കാണ് ഈ ഒരു ഓറഞ്ച് കളർ. ആ ഓറഞ്ച് കളർ ബാക്ക് ഉള്ള ഫോൺ ലോഞ്ചിൻ്റെ അന്നില്ലായിരുന്നു. നത്തിങ് ആണോ കാൾപ്പയാണോ എന്ന് അറിയില്ല, കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു OnePlus നോഡിൻ്റെ ലോഞ്ച് ഇവൻ്റ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ലോയസ്റ്റ് വേരിയൻ്റ് അവർ ആദ്യം ഇറക്കിയില്ല, പിന്നീട് 2-3 മാസത്തിന് ശേഷമാണ് ലോയസ്റ്റ് വേരിയൻ്റ് ഇറക്കിയത്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. ഐ റിയലി ഡോണ്ട് ലൈക്ക് ദിസ്. നിങ്ങളൊരു ഫോണിൻ്റെ കളർ ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാ കളേഴ്സും ലോഞ്ച് ഡേയുടെ അന്ന് അവൈലബിൾ ആക്കണം. അവരുടെ ട്രേഡ് മാർക്ക് കളറും കൂടിയാണത്, ആ ഒരു ഓറഞ്ച് കളർ. ഇതിൻ്റെ ബാക്കിലുള്ള ഈ ക്യാമറ മോഡ്യൂൾ കേട്ടോ, ഇത് ആക്ച്വലി മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും അത് നല്ലൊരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. പക്ഷേ ചിലരുടെ ഡിവൈസിൽ ഈ ഒരു ക്യാമറ മോഡ്യൂളിൽ അത്യാവശ്യം സ്ക്രാച്ച് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഡിവൈസ് ഓക്കെയാണ്, പക്ഷേ മെറ്റൽ ആയതുകൊണ്ട് സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ പലരും ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ബാക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ക്വാളിറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കണ്ടില്ലേ, ഈസിലി ബെൻഡൊക്കെ ആവുന്നുണ്ട്. ഓക്കെ, സോഫ്റ്റ് ആണ്, അത്രയും ഹാർഡല്ല. പക്ഷേ ഈ പ്രൈസിൽ കിട്ടുന്ന ഫോണിൻ്റെ കൂടെ വരുന്ന ആക്സസറീസിന് ഈ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. സോ ഇനി ഒരു
പക്ഷേ നത്തിങ്ങിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിരുന്നെങ്കിൽ നല്ല ക്വാളിറ്റി ആക്സസറീസ് കിട്ടിയതിന്. പക്ഷേ അതേ സമയത്ത് പ്രൈസ് അത്യാവശ്യം കത്തിയാണ്. ഇതിൻ്റെ കൂടെ ചാർജർ വരുന്നില്ല. സോ നിങ്ങൾ ചാർജർ വാങ്ങാൻ നോക്കുമ്പോൾ 800 രൂപ 1000 രൂപയാവും. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പ്രൈസാണ് 1500. രണ്ടും കൂടെ ചേർത്ത് ഏകദേശം 2500 റുപ്പീസാണ്. 2500 രൂപയാണ്. 20,000 റുപ്പീസിൻ്റെ താഴെയുള്ള പ്രൈസ് കാറ്റഗറിയിൽ 2500 രൂപ വലിയൊരു എമൗണ്ട് ആണ്. അതായത് ഈ ഒരു എക്സ്ട്രാ എമൗണ്ട് കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ iQOO Z9 വാങ്ങാം അല്ലേ. ഇതിലുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. NFC വരുന്നില്ല. Wi-Fi 6, Bluetooth 5.3, 9 5G ബാൻഡ്സിനുള്ള സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. ഫോൺ കോളിംഗ് ആണെങ്കിലും Wi-Fi കണക്ടിവിറ്റി ആണെങ്കിലും 5G സ്പീഡ്സ് ആണെങ്കിലും അതൊക്കെ ഓക്കെ ആണ്. ഒരു ഇഷ്യൂ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തില്ല. എന്നാൽ ഹാപ്റ്റിക്സിന് വേണ്ടി ഡെഡിക്കേറ്റഡ് മോട്ടർ ഒന്നും തന്നിട്ടില്ല. സോ ടൈപ്പ് ചെയ്യുമ്പോൾ ഹാപ്റ്റിക്സ് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ആ ഒരു വൈബ്രേഷൻ മോട്ടർ ഉണ്ടല്ലോ, അതുണ്ടെന്ന് തോന്നുന്നു. അത് അത്യാവശ്യം നല്ലോണം അവർ ട്യൂൺ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ബാക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ റീസെന്റ് മെനു ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ സാധനമുണ്ട്, ലൈറ്റ് ഒരു ജിങ് ഉണ്ട്. പക്ഷേ പ്രീമിയം ഹാപ്റ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റൂല. പിന്നെ യൂട്യൂബിൽ വീഡിയോസും OTT പ്ലാറ്റ്ഫോംസിൽ TV സീരീസ് മൂവീസ് ഒക്കെ കാണാൻ വേണ്ടി ഇതിന്റെ ഡിസ്പ്ലേ ധാരാളമാണ്. അതായത് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു AMOLED ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതിലുള്ള കളേഴ്സും കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഈവൻ ബ്രൈറ്റ്നസ് നല്ലതാണ്. എന്നാൽ കണ്ടില്ലേ, നല്ല മുട്ടൻ ബെസൽസ് ആണ് തന്നിരിക്കുന്നത്. ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന Redmi Note 13 ആണെങ്കിലും Poco X6 ആണെങ്കിലും ആ രണ്ടിലും ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ്. അതായത് ഈ ബെസൽസ് തിന്നായിരിക്കുമ്പോൾ നല്ല പ്രീമിയം ഫീൽ ആണ് കിട്ടുന്നത്. പ്രീ അപ്ലൈഡ് സ്ക്രീൻ പ്രൊട്ടക്ടർ തന്നിട്ടുണ്ട്. സോ 1-2 ആഴ്ചത്തേക്ക് ടെൻഷൻ ഇല്ല. അതിനോടൊപ്പം തന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് സ്ക്രീൻ ഗാർഡ് കിട്ടാനും എളുപ്പമാണ്. ബോട്ടം ഫയറിംഗ് മോണോ സ്പീക്കർ മാത്രമേ തന്നിട്ടുള്ളൂ. നോർമലി ഈ പ്രൈസ് റേഞ്ചിൽ രണ്ടും കിട്ടാറുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ, മോണോ സ്പീക്കർ രണ്ടും വരാറുണ്ട്. എന്നാൽ ഹെഡ്ഫോൺ ജാക്ക് തന്നിട്ടില്ല. വെരി വിയേർഡ്. അതായത് ഈ പ്രൈസ് റേഞ്ചിലും ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ട് ഒരു 3 വർഷം 4 വർഷം കഴിയുമ്പോഴേക്കും ഒരൊറ്റ ഫോണിലും ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടാവില്ല. ഓൾ ദി ബെസ്റ്റ്. നോർമലി ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന 5000 mAh ബാറ്ററിയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതായത് അനാവശ്യമായിട്ടുള്ള ബാറ്ററി ഡ്രെയിൻ ഒന്നും ഞാൻ കണ്ടില്ല. ഓക്കെ, 1 ഡേ ബാറ്ററി ബാക്കപ്പ് ഈസിലി കിട്ടും. 33 വാട്ടിന്റെ ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബോക്സിൽ ചാർജർ ഒന്നും വരുന്നില്ല. 1.25 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. നോർമലി ഒരു ഫോൺ ഫസ്റ്റ് ടൈം നമ്മൾ അൺബോക്സ് സെറ്റപ്പ് ചെയ്യുമ്പോൾ ആ സമയത്ത് ചില ബഗ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ചെറിയ സ്റ്റക്ക്, ചെറിയ ജിറ്റർ, അതൊന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി സമയം എടുക്കാറുണ്ട്. ഈ ഫോണിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. സെറ്റപ്പ് ചെയ്ത ആ സമയം തൊട്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച് ഈ ഒരു നിമിഷം വരെ ഒരൊറ്റ ബഗ്ഗോ ഗ്ലിച്ചോ ലാഗോ ഒന്നും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തില്ല. ആപ്പ് ഓപ്പണിംഗ്, ആപ്പ് ക്ലോസിംഗ് വളരെ ആ ഒരു ആനിമേഷൻ കണ്ടോ. നോർമലി ഈ പ്രൈസ് സെഗ്മെന്റിൽ പല കമ്പനികളും ആനിമേഷൻസ് കട്ട് ചെയ്യാറുണ്ട്. കണ്ടില്ല, ലൈവായിട്ടാണ് കാണിച്ചിരുന്നത്. ഭയങ്കര സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഫോർ ഷ്യൂർ. ഇറ്റ്സ് വെരി നൈസ്. പിന്നെ ഈ ഒരു പ്രൈസിൽ കിട്ടുന്ന ദി മോസ്റ്റ് ക്ലീനസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരു ബ്ലോട്ട് വെയറും ആഡും തേങ്ങാൻ ചെയ്യാനും ഒന്നുമില്ല. പണ്ട് മോട്ടോറോള അങ്ങനെയായിരുന്നു. പക്ഷേ മോട്ടോറോള ഇപ്പം ബഡ്ജറ്റ് ഫോൺസിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ബ്ലോട്ട് വെയർസ് ഒക്കെ തരുന്നുണ്ട്. പിന്നെ OnePlus ഫോണിലുള്ള ഓക്സിജൻ നോയ്സിനെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. എനിവേ നെക്സ്റ്റ് നമ്മുടെ അൺബോക്സിംഗ് ഉണ്ടല്ലോ, നെക്സ്റ്റ് റിവ്യൂ എന്ന് പറയാൻ പറ്റും. അത് Nord 4ന്റെ റിവ്യൂ ആണ്. അവിടെ ഞാൻ ഡീറ്റെയിൽഡ് ഈ ബ്ലോട്ട് വെയർസിനെ കുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഒരു കാര്യം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നത്തിങ്ങിന്റെ ഏറ്റവും വില കൂടിയ ഫോണുണ്ടല്ലോ, നത്തിങ് ഫോൺ 2. ആ നത്തിങ് ഫോൺ 2ലുള്ള എല്ലാ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും ഈ ബഡ്ജറ്റ് ഫോണിലും തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി നൈസ്. ബാക്കി അറിയാലോ, നത്തിങ്ങിന്റെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂസർ ഇന്റർഫേസും ഡോട്ട് മാട്രിക്സ് സെറ്റപ്പ് ഒക്കെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവരുടെ വിഡ്ജറ്റ് കളക്ഷൻ അടിപൊളിയാണ്. അതായത് നമുക്ക് നോർമലി സെറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ലോക്ക് സ്ക്രീനിലും വിഡ്ജറ്റ്സ് ആൻഡ് ടോഗിൾസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നൈസ് ആക്ച്വലി. ഇതെല്ലാം നല്ലോണം മാനേജ് ചെയ്യാൻ വേണ്ടി ഈ ഫോണിൽ MediaTekന്റെ Dimensity 7300 ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല ചിപ്സെറ്റ് ആണ്. ഇതാ കണ്ടില്ലേ, മോർ ദാൻ 6 lakh in 22 സ്കോർ കിട്ടുന്നുണ്ട്. നോർമൽ ഈ പ്രൈസ് റേഞ്ചിൽ BGMIയിൽ 40 FPS അല്ലെങ്കിൽ അൾട്രയാണ് അൺലോക്ഡ് ആയിട്ട് കിട്ടുന്നത്. ഇവിടെ സ്മൂത്ത് എക്സ്ട്രീം, അതായത് 60 FPS അൺലോക്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം BGMI ആൻഡ് COD ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, നോ ഇഷ്യൂസ്. എന്നാൽ നത്തിങ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന ചിപ്സെറ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. അത് കാരണം നത്തിങ് ക്രിയേറ്റ് ചെയ്ത അനാവശ്യമായുള്ള കോൺട്രവേഴ്സി. അതായത് അവർ പറഞ്ഞതനുസരിച്ച് ഇതിലുള്ള 7300 ചിപ്സെറ്റ് ഉണ്ടല്ലോ, അത് Dimensity 7200 ചിപ്സെറ്റിനെക്കാളും കൂടുതൽ പവർഫുൾ ആണ്. നമ്മൾ നോക്കുമ്പോൾ യെസ് 7200 കഴിഞ്ഞിട്ടല്ലേ 7300 വരുന്നത്. സോ ഈ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളാണെങ്കിലും ചിപ്സെറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളാണെങ്കിലും രണ്ടും കൂടെ ചേർത്താണ് നമ്മളെ പറ്റിക്കാൻ നോക്കുന്നത്. അതായത് ഡെഫിനറ്റ്ലി ഓവറോൾ പെർഫോമൻസ് അല്ലെങ്കിൽ ഓവറോൾ പവർ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും 7200 ചിപ്സെറ്റ് ഇസ് മച്ച് ബെറ്റർ ദാൻ 7300 ചിപ്സെറ്റ്. അതൊക്കെ മാറ്റി വെച്ചാൽ ഈ കോൺട്രവേഴ്സീസും ഇതൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ഇതിലുള്ള ചിപ്സെറ്റിൽ ഞാൻ ഹാപ്പിയാണ്. എന്നാൽ അതേ കാര്യം ഈ ഫോണിന്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, വളരെ ഡീസെന്റ് ആവറേജ് ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. കണ്ടു നോക്കുക, ഞാൻ ഇമേജസ്
എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. സോ ഔട്ട്ഡോർ ആണെങ്കിൽ, അതായത് നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഗുഡ് ഫോട്ടോസ് കിട്ടുന്നുണ്ട്, ലേശം വാം ടോൺ കോൺട്രാസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഡീസെന്റ് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. എന്നാൽ ലൈറ്റ് കുറയുമ്പോൾ ഫോട്ടോസ് സോഫ്റ്റ് ആവുന്നുണ്ട്. പിന്നെ അൾട്രാവൈഡ് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. പോർട്രേറ്റ് ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ കട്ട് ഔട്ടും പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ ഡീസെന്റ് ആണ്. പോർട്രേറ്റ് ഫോട്ടോസിൽ 1x 2x ഉണ്ട്. എന്നാൽ വീഡിയോസ് ഉണ്ടല്ലോ, വീഡിയോസ് വളരെ മോശമാണ്. അതായത് കണ്ടു നോക്കുക, ഇത് 4K വീഡിയോ ആണ്, 4K 30 FPS. സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് നൈസ്. പക്ഷേ വീഡിയോയിൽ ഗ്രെയിൻസ് കണ്ടമാനമുണ്ട്. പിന്നെ വീഡിയോ പൊടിഞ്ഞു പോകുന്ന പോലെയൊക്കെ തോന്നുന്നു. വളരെ മോശം വീഡിയോ പെർഫോമൻസ് ആണ്, സെൽഫി ആണെങ്കിലും റിയർ ക്യാമറ ആണെങ്കിലും. ഓക്കെ, സോ വീഡിയോയ്ക്ക് വേണ്ടി വെരി ബിഗ് നോ ആണ് ഈ ഒരു ഫോണിന്റെ ക്യാമറ. ഇപ്പൊ നിലവിലുള്ള സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 15,999 രൂപ. അതിന്റെ കൂടെ കാർഡ് ഡിസ്കൗണ്ട് ഒക്കെ വരുന്നുണ്ട്, 1000 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, സോ ഈ ഫോണിന്റെ കുറവുകൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബോക്സിൽ ചാർജർ വരുന്നില്ല, ഡീസന്റ് ക്യാമറ പെർഫോമൻസ്, പിന്നെ മോണോ സ്പീക്കർ ആണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഹെഡ്ഫോൺ ജാക്കിന് വേണ്ടിയുള്ള സ്ലോട്ട് ഒന്നും ഇവിടെ വരുന്നില്ല. ഓക്കെ, സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അറ്റ് ദിസ് പ്രൈസ് റേഞ്ച്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു ഫൺ എലിമെൻറ്റ് എന്ന് വെച്ചാൽ ബാക്ക് മാറ്റാൻ പറ്റും, ഫോൺ സ്റ്റാൻഡ് ഇടാം, പിന്നെ ആ ഒരു ലാൻഡ്യാർഡൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് നൈസ്, ഒരു ഫൺ എലിമെൻറ്റ് ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നത്തിങ് ഫോൺ 2യുടെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.